അതെ, ചെന്നൈയിലാണ്. ഒരു ചെറിയ യാത്ര പോകാനുള്ള തുടക്കം ഈ പ്രാവശ്യം ചെന്നൈയിൽ നിന്നാക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഈ ട്രിപ്പ് കഴിഞ്ഞ് പോകുന്ന വലിയൊരു ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ലക്ഷ്മീനെ ഒന്ന് കാണാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഇപ്പോൾ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ലക്ഷ്മീനെ ഒരു 2-3 മാസം കഴിഞ്ഞ് എനിക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചെന്നൈയിൽ വന്നതാണ്. ഞാൻ ചെന്നൈ വന്നേക്കണ വിവരം ലക്ഷ്മിക്ക് അറിയില്ല. കാരണം ഞാൻ ഇന്നലെ ട്രെയിൻ കയറി ഡൽഹിക്ക് പോകുന്നുള്ളൊരു ഐഡിയയിലാണ് ലക്ഷ്മി ഇരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മിയുടെ ഐഡിയയിൽ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് രാജധാനിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ലക്ഷ്മി ജോലി കഴിഞ്ഞ് വരുമ്പോൾ പോയിട്ട് സർപ്രൈസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിലാണ്. അപ്പോൾ ഞാൻ നാളെ ഇവിടുന്ന് ആണ് നമ്മുടെ ട്രിപ്പ് തുടങ്ങുന്നത്, യാത്ര തുടങ്ങുന്നത്. ചെറിയ ട്രിപ്പാട്ടോ, ശരിക്കും ചെറിയ ട്രിപ്പാണ്. മാക്സിമം ഒരു 7-8 ദിവസം ഉണ്ടാവും. ഹിമാചലിൽ കുറച്ച് നല്ല ട്രക്കുകളൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയിലാണ്. അപ്പോൾ അതേ രാവിലെ ഇന്ന് വന്നു, ട്രെയിൻ ഇറങ്ങി നേരെ തമിഴ് സിനിമയുടെ ഈറ്റില്ലമായ കോടമ്പാക്കം വടപളനി ഭാഗത്ത് വന്നിട്ട് റൂം എടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യാന്നുള്ളൊരു ഐഡിയയിലാണ്. നാളെ രാവിലെ ഫ്ലൈറ്റ് കയറി ഡൽഹി പോകുന്നു. ഡൽഹിയിൽ നിന്ന് ഹിമാചലിൽ പോകുന്നു. എൻ്റെ ഒരു ഫ്രണ്ടും ജോയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും കുറേ നാളായി എന്നെ നിങ്ങൾ കണ്ടിട്ട്, ഞാൻ നിങ്ങളെ കണ്ടിട്ടും കുറേ നാളായി. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം, ഈ സീരീസിലേക്ക് കിടക്കാം. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. താമസിക്കുന്ന ഹോട്ടലിൻ്റെ മൊട്ടമാടി, അതായത് ടെറസിലാട്ടോ ഞാൻ വന്ന് നിൽക്കണേ. അപ്പോൾ ലക്ഷ്മിക്ക് ഇന്ന് സർപ്രൈസ് കൊടുക്കാൻ എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഗന്ധിക്കോട്ട പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ കൂടെ വൈശാഖ് ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ്. പിന്നെ നമ്മുടെ കാർ ലൈഫ് ഫസ്റ്റ് 2ാമത്തെ എപ്പിസോഡിലൊക്കെ, ആദ്യത്തെ കാർ ലൈഫിലും വൈശാഖ് മുഖം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈശാഖ് ഇവിടെ ഒരു കല്യാണത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മീനെ കോൺടാക്ട് ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് കാണാം എന്നുള്ള ഒരു ഐഡിയയിൽ, ആ ഒരു ഐഡിയയിലാണ് ലക്ഷ്മി. അപ്പോൾ വൈശാഖും ലക്ഷ്മിയും കാണുന്ന സമയത്ത് ഞാനൊരു സർപ്രൈസ് എൻട്രി കൊടുക്കാം, അങ്ങനെ സർപ്രൈസ് ചെയ്യിക്കുക എന്നുള്ളൊരു ഐഡിയയിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വൈശാഖിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ വൈശാഖ് ദേ വന്നിട്ടുണ്ട് കേട്ടോ. നമസ്കാരം. എന്താണ് തുടങ്ങിയില്ലേ? കുറെ ദിവസമായില്ല. പിന്നെ വെൽക്കം ടു ചെന്നൈ. കല്യാണം കഴിഞ്ഞ? എന്റെ അല്ല, എന്റെ കസിന്റെ കല്യാണം കഴിഞ്ഞു. ഇവനൊരു കല്യാണത്തിന് വന്നാൽ ഞാൻ പറഞ്ഞില്ലേ, അതെവിടെ? അത് ECR. അപ്പൊ പോണ്ടിച്ചേരി ഒക്കെ പോകുന്ന റൂട്ടിലാണ്. വൈശാഖ് ലക്ഷ്മീനെ വിളിച്ചിട്ട് ഒരു കഫേ, എന്തായിരുന്നു അതിന്റെ പേര്? ഇന്ത്യ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, എവിടെ നുങ്കമ്പ അല്ല ടി നഗർ, ഇതിന്റെ ഇടയിൽ എവിടെ എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട്. അപ്പൊ ഇന്ത്യ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കഫേയിലേക്കാണ് നമ്മൾ പോണേ. ലക്ഷ്മി അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലക്ഷ്മി അറിയില്ല. അപ്പൊ ഞങ്ങള് പതുക്കെ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. പിന്നെ എന്താ വിശേഷം? സുഖം. ബാംഗ്ലൂരിലെ ഞാനും തൃശ്ശൂരിലെ നീയും കണ്ടുമുട്ടിയത് ചെന്നൈയില്. വൈശാഖും ഞാൻ ഇവിടെ ചെന്നൈയിൽ പഠിക്കുന്ന സമയത്ത് ഇവനെവിടെയാട്ടോ പഠിച്ചിരുന്നത്? സത്യഭാമ യൂണിവേഴ്സിറ്റിയിൽ. ഓർമ്മിപ്പിക്കണ? വേൾഡ് ഫേമസ് വേണ്ട. അതെ, നമ്മളിത് പതുക്കെ വണ്ടി എടുത്ത് മുന്നോട്ട് നീങ്ങുന്നു. ഈ ഭാഗത്ത് നിറച്ച് സിനിമ റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ കാണിച്ചത് മറന്നു. ഈ ഭാഗത്തായിട്ട് പ്രസാദ് കളർ ലാബ് ഒക്കെ ഉണ്ട്. നമ്മള് സിനിമ ഇതില്ലേ, കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന കുറെ പണ്ട് തൊട്ടുള്ള, അപ്പം അങ്ങനത്തെ കുറെ സ്റ്റുഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പതുക്കെ നമുക്ക് ആ കഫേയിലേക്ക് പോകാം. ഞങ്ങളിങ്ങനെ മാപ്പൊക്കെ ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ സ്ഥലത്ത് മെട്രോന്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പഠിച്ചതെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ചില ഭാഗമൊന്നും ഞങ്ങൾക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുകയില്ല. അതിന് ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പോൾ ചെന്നൈയിൽ പഠിച്ചവർക്കോ അല്ലെങ്കിൽ ചെന്നൈയിൽ കുറച്ച് നാൾ ജോലി ചെയ്തിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ല അങ്ങനെയുള്ളവർക്ക് മനസ്സിലാവും. ഭയങ്കര ക്വിക്കായിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ മാറുന്നത്. ചില ഭാഗം നമ്മൾ സ്ഥിരം പോയിരുന്ന ഭാഗമൊന്നും നമുക്ക് ഒട്ടും മനസ്സിലാവില്ല അവിടുന്ന് റേറ്റ്. അപ്പോൾ അതേ ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ പണ്ടെപ്പോഴോ വന്നിട്ടുണ്ട്. പക്ഷേ ഈ മെട്രോ കൺസ്ട്രക്ഷൻ ഒക്കെ ഒട്ടും ചില സ്ഥലത്തൊന്നും ഒന്നും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. നീ ഫോൺ എടുത്തോ? ഓൾമോസ്റ്റ് എത്താറായി. അതില് കസിൻസിനെ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് എനിക്കിപ്പം എനിക്കും അങ്ങനെ കാണിക്കണേ 10-15 മിനിറ്റ് 12 മിനിറ്റ്. ഓക്കെ ഡൺ. ഓക്കെ, അപ്പൊ അവിടെ പാക്കലാം. ഡൺ. ഓക്കെ റെസ്റ്റോറന്റ് കഫേന്റെ ഉള്ളിലോ? ഉള്ളിലിരുന്നോ? കുഴപ്പമില്ല. വെറുതെ തന്നെ ഈ വെയിലത്ത് പുറത്ത് ഇരിക്കണ പാടാൻ. ഓക്കെ വാടാനോ? നീ ഇവിടെ നിർത്ത്, ഞാൻ ഇവിടെ ഇറങ്ങാം. എന്നിട്ട് നീ അകത്തേക്ക് പോവാം. അപ്പൊ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഒരു 200 മീറ്റേഴ്സില് റൈറ്റിലുണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ഞാൻ എങ്ങനെ അറിയാം അവിടെ റെഡി ചെയ്യുന്നത്? ഞാൻ അവിടെ പോയിരുന്നിട്ട് 2 മിനിറ്റ് സെറ്റ് ആയിട്ട് അപ്പൊ സെറ്റ് തുറക്കുവോ? ബൈ. ലക്ഷ്മി ഉണ്ടല്ലോ,
ഒരു ഐഡിയ പോലും ഇല്ല കേട്ടോ ലക്ഷ്മിക്ക് ഞാൻ വരുന്ന. കാരണം ലക്ഷ്മിയുടെ ഐഡിയയിൽ ഞാൻ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ടാലാണ്, പക്ഷേ അകത്തേക്ക് കയറിയിരിക്കാമെന്നാണ് പറയണത്. അപ്പോൾ ഇവിടുന്ന് ഒരു 90 മീറ്റേഴ്സിൽ ഇതുണ്ട്, ആ കഫേ ഉണ്ട്. അവിടെ പോയി വണ്ടി പാർക്ക് ചെയ്ത് അവൻ കയറട്ടെ, ഞാനിവിടെ എവിടെയെങ്കിലും നിൽക്കാം. വൈശാഖ് ദേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പതുക്കതേ അകത്തേക്ക് നടന്ന് കയറുന്നുണ്ട് കേട്ടോ. അവൻ്റെ മുഖത്ത് നല്ല കളർ ലക്ഷണം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കതേ മിസ് കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഞാൻ ഇവിടെ എത്തിയിട്ടോ, അതെയാ ഈ കാണുന്ന ബിൽഡിംഗ് ആണ്. മിസ് കോൾ വന്ന് പതുക്കെ കയറാം കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. കുറച്ച് ദിവസമായി ലക്ഷ്മീനെ കണ്ടിട്ട്. അതിൻ്റെ ഉണ്ട് ഇൻഡി ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്മൂത്തി കഫേയാണ്. ഹലോ, ഇതെന്താണ് കാടോ? ഓ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, കാണുന്നില്ല. ഞാനും കൂടി ഇരുന്നാലോ? ഞാനും കൂടി ഇവിടെ ഇരുന്നാലോ? കഥ സംവിധാനം, തിരക്കഥ, സംഭാഷണം ഹരി കൃഷ്ണൻ ജെ വൈശാഖ് നുണൻ. ഹായ്. പനി കുറവുണ്ടാ? പനിക്കുണ്ട്. എങ്ങനെയുണ്ട്? ഞാൻ എന്റെ പൻവേലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ശരത്തൊക്കെ അവിടെ ഡൽഹിയില് പഞ്ചായത്തിന് അവിടെ നമ്മള് വിചാരിച്ച പോലെ തന്നെ സർപ്രൈസ് കൊടുക്കാൻ പറ്റിട്ടാ. അവനോട് കുറെ പറഞ്ഞില്ലേ? ഞാനും കുറെ തവണ പറഞ്ഞു. ഞാൻ കറക്റ്റ് പറഞ്ഞു, രാവിലെ A to B എന്ന ഭക്ഷണം കഴിച്ച്. ഞാൻ നോണ പറഞ്ഞിട്ടില്ല. അതാണ് പനി പകരുന്ന ഞാനതാ എന്റെ അടുത്ത് പറഞ്ഞു, അവള് എന്ത് വിചാരിക്കും, പനിയാണ് വരണ്ട. എന്നിട്ടും ഞാൻ ഇല്ല കണ്ടേ പറ്റൂ, അവള് വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞതല്ലേ ഞാൻ നാളെ ഡൽഹിക്ക് പോകും. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് പോണെന്ന് മാത്രം. അപ്പൊ ഇങ്ങടെ എങ്ങനെ വന്നേ? ഇന്നലെ ട്രെയിനില്. ഏത് ട്രെയിനിന്? ഏതൊരു ട്രിവാൻഡ്രം ചെന്നൈ ട്രെയിനില്. എപ്പെടുത്തു? എന്ത്? അപ്പൊ രാജധാനി കള്ളാണോ? പ്രീമിയം തത്കാലിലൊന്നും നടക്കില്ലേ? പ്രീമിയം തത്കാലിലാണ് വന്നത്. ഞാൻ പറഞ്ഞത് തത്കാല് കിട്ടിയില്ല, പ്രീമിയം തത്കാലിലാണ് രാജധാനിയിൽ പോണേന്നാട്ടോ പറഞ്ഞത്. അപ്പൊ അതാണ് ഈ ചോദിക്കുന്നത്, പ്രീമിയം തത്കാലില് ടൊമാറ്റോ സൂപ്പ് വെറുതെ രസമില്ലേ? ലക്ഷ്മി ആണെങ്കിലോ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഹോം സിക്നെസ് ആയിരുന്നു ലക്ഷ്മിക്ക്. എനിക്ക് നാട്ടിൽ വരാൻ തോന്നുന്നു, കാണാൻ തോന്നുന്നു, ആ നാട്ടിലെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു, മിച്ചർ കഴിക്കാൻ തോന്നുന്നു, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു. മാങ്ങ കഴിക്കാൻ തോന്നുന്നു. യെസ് യെസ്. ഞാൻ പിന്നെ വിചാരിച്ചു അത് സെക്കൻഡറി പ്ലാൻ ഇട്ടതാ. ഇനിയിപ്പോൾ ഇൻ കേസ് ഇവൻ വന്നില്ലെങ്കിൽ ഞാൻ മിക്ചറായിട്ട് ഹോസ്റ്റലിലേക്ക് വരാമെന്നുള്ള ഐഡിയ അല്ലായിരുന്നു. സമയം ഏകദേശം 7 മണിയായിട്ടുണ്ട്. ഞങ്ങൾ കുറേ നേരമായിട്ട് അവിടെ 2 കാപ്പിയും ഒരു സാൻഡ്വിച്ചൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വൈശാഖ പതുക്കെ തിരിച്ചു പോവാണ്. ഇനി എത്ര വേഗം കാണാം. കുറെ നാള് കഴിഞ്ഞിട്ട് ഭയങ്കര അപ്രതീക്ഷിതമായി സ്റ്റോറീസിൽ വീണ്ടും വന്നിരിക്കുന്നു. ഭയങ്കര അഭിനയായിരുന്നു കേട്ടോ, സമ്മതിച്ചു തുടങ്ങണം. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അങ്ങോട്ട് നോക്കണ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് നോക്കിയത്. അപ്പോഴാണ് കാര്യമായിരുന്നത്. എന്തായാലും ഭയങ്കര സർപ്രൈസ് ആയിട്ട്. അതെ, അപ്പം എല്ലാവർക്കും ബൈ ബൈ. ഇനി എനിക്ക് എന്റെ വഴി, സമാധാനത്തിന്റെ വഴി. ഈ 2 ചെന്നൈയിലെ തെരുവുകളിൽ ഇട്ടെറിഞ്ഞ് ഞാൻ പോവുകയാണ്. ഹാപ്പി ജോണി. ഓക്കെ,
See you, Lakshmi. So bye. Ta-ta. Chal, take care. Bye. Bye bye. Cheers. ശരി മുത്താ. അപ്പോൾ അതേ വൈശാഖ് പോയി, ഞങ്ങൾ വീണ്ടും ഞങ്ങൾ മാത്രമായി അല്ലേ. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇവിടുന്ന് കാപാലീശ്വർ എന്നുണ്ട് ഒരു ടെമ്പിൾ ഉണ്ട് മൈലാപ്പൂര്. ഞാൻ പണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറില്ല, നല്ല രസമാണ് അതിൻ്റെ അകത്ത് പോയിരിക്കാൻ. ഈ അപ്പോൾ സമയം 7 മണിയായി. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ അടയ്ക്കും. എന്തായാലും നമ്മൾ പോയി നോക്കാമെന്ന് വിചാരിക്കുകയാണ് മൈലാപ്പൂർ ടെമ്പിളിലേക്ക്. വെറുതെ ലക്ഷ്മി കണ്ടിട്ടില്ല, ഞാൻ കുറേ ലക്ഷ്മിയുടെ അടുത്ത് വരണം, അവിടെ പോയെന്ന് ചോദിച്ചു. പക്ഷേ ലക്ഷ്മി ഇല്ല. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. ഇങ്ങോട്ട് പോവാം. മൈലാപ്പൂരിലുള്ള കാപാലീശ്വർ ടെമ്പിളിൻ്റെ നോർത്ത് നട സ്ട്രീറ്റിൽ കൂടെ ഞങ്ങളിങ്ങനെ നടക്കാം കേട്ടോ. ചുറ്റും ഇങ്ങനെ സ്ത്രീകൾ പൂക്കൾ വെക്കുന്നു, നല്ല പൂക്കളുടെ മണമാണ് മൊത്തം. പിന്നെ അങ്ങനെ പൊട്ട്, ഡ്രസ്സുകൾ, കുപ്പിവള, പൊട്ട്, അങ്ങനത്തെ സാധനങ്ങൾ, ചെറിയ കുട്ടികളുടെ ഉടുപ്പ്, അങ്ങനെ കുറേ പാത്രങ്ങളുടെ, നല്ല പാത്രങ്ങളുടെയൊക്കെ കടകൾ, അങ്ങനത്തെ കുറേ കടകളൊക്കെ രണ്ട് സൈഡിലല്ല കേട്ടോ, മെയിൻലി ഈ സൈഡിലാണ്. ഇപ്പുറത്തൊക്കെ കുറച്ചും കൂടി ബ്രാൻഡഡ് ആയിട്ടുള്ള കടകളും. ഇവിടെ ഒരു ശരവണഭവൻ ഉണ്ട് കേട്ടോ, ഇപ്പോൾ എൻ്റെ എന്തോ അണ്ടർ കൺസ്ട്രക്ഷനാണ് കാണിക്കുന്നത്. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വീക്കിലി എപ്പോഴെങ്കിലും ഒരു ദിവസം ഇവിടെ വരും, എന്നിട്ട് വെറുതെ അമ്പലത്തിൻ്റെ അകത്ത് പോയിട്ടിരിക്കും. ഭയങ്കര പീസ്ഫുള്ളാണ്. എന്നിട്ട് രാത്രി ഇവിടുന്ന് അപ്പം, അതായത് വെള്ളയപ്പല്ലേ, അതിങ്ങനെ ആ ചട്ടിയുടെ ഷേപ്പിൽ ഇങ്ങനെ ഒരു ബൗള് പോലെ കിട്ടും. അതും തേങ്ങാപ്പാലും കൂടിയിട്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു പോകും. ഭയങ്കര നല്ല ഫീലിംഗ് ആണ്. മെയിൻ റോഡിൽ നിന്ന് ഒരു ചെറിയ വഴിയിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഈ വഴിയുടെ ഈ സൈഡിൽ ഒരു വലിയൊരു വാട്ടർ ടാങ്ക് കേട്ടോ. വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു കുളം പോലെ, വലിയ കുളം, അമ്പലക്കുളം പോലെ. അതിവിടെ നിറച്ച് വേലിയൊക്കെ ഇട്ടിട്ട് കാണുന്നില്ല. നമ്മളീ നടക്കുമ്പോൾ നമുക്ക് ആ അമ്പലത്തിൻ്റെ ഗോപുരമൊക്കെ അവിടെ ഫുള്ളായിട്ട് ലൈറ്റപ്പൊക്കെ ചെയ്തിട്ട് കാണാൻ പറ്റും. ഈ ഭാഗത്ത് കാണാം കേട്ടോ ആ കുളം. നല്ലൊരു ഏരിയ ഉണ്ട്, ഇത്രയും ഭാഗമുണ്ട്. അതിന് നടുവിലൊരു മണ്ഡപമൊക്കെ ഉണ്ട്, കണ്ടോ? ആ മണ്ഡപം നല്ല രസമുണ്ട്. അത് രാവിലെ കാണുമ്പോൾ നല്ല രസമുണ്ടാവും അല്ലേ. ഞങ്ങളൊരു മുഴം മുല്ലപ്പൂ വാങ്ങിയിട്ടാ. പക്ഷെ മുല്ലപ്പൂ വാങ്ങിയത് മുല്ലപ്പൂ വയ്ക്കാനുള്ള കൊതി കൊണ്ടെന്നല്ല, ഇവിടെ ചെരുപ്പ് വയ്ക്കാൻ സ്ഥലമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ നല്ല ചെരുപ്പാണ്. അപ്പോൾ ഇവിടെ പൂ വാങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സ്റ്റോളിൻ്റെ അടിയിൽ നമുക്ക് ചെരുപ്പ് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 30 രൂപ എടുത്തിട്ട് മുല്ലപ്പൂ വാങ്ങിയിട്ടോ. അപ്പോൾ മുല്ലപ്പൂ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. പക്ഷെ നല്ല മണം കേട്ടോ. അവിടെ ഭയങ്കര നല്ല സ്മെല്ലാണ്. ഇങ്ങനെ മൊത്തം പൂക്കളുടെയും കുറേ ഇങ്ങനെ പനീരിൻ്റെയോ അങ്ങനെ എന്തൊക്കെയോ മണം. ഇതിനേക്കാളും രസം എന്താ അറിയൂ, ഇവിടെ ഏകദേശം തമിഴ് ന്യൂ ഇയറിൻ്റെ ഒക്കെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വരുന്ന പൂക്കളിനൊക്കെ ഭയങ്കര മണമായിരിക്കും. തമിഴ് പുത്താണ്ടിൻ്റെ സമയമാണ് ഈ സമയത്ത് വരുന്ന മല്ലിപ്പൂ, ജാസ്മിനൊക്കെ ഭയങ്കര മണമായിരിക്കും. അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ സമാധാനത്തോടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ പറയുന്നിരിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ നിലത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. ഇങ്ങനെ ചൂടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ അത്ര ചൂട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ കൂടെ ചൂടുണ്ട്, നല്ലോണം വേർക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും ഒരു രാത്രിയായപ്പോൾ ഒരു ചെറിയ തണുപ്പും ഒരു ചെറിയ കാറ്റൊക്കെ വീശുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതിങ്ങനെ പോകുന്ന ആൾക്കാരെയൊക്കെ നോക്കി എന്തൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത്. ഇടയിൽ ഇങ്ങനെ ആ വിഗ്രഹം കൊണ്ട് പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്താണ് പരിപാടി എന്ന് എനിക്കറിയില്ല.
പിന്നെ ഇവിടെ കോഴി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ചേട്ടനടുത്ത് ചോദിക്കുന്നത് എന്തിനാ കോഴീന്ന്. നേർച്ചയല്ല, അതിങ്ങനെ നമ്മുടെ നാട്ടിൽ ഉഴിയില്ലേ പൈസയൊക്കെ വെച്ചിട്ട്, അതുപോലെ കോഴി വെച്ചിട്ട് ഉഴിയുന്ന പരിപാടി അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കൂടി ഇവിടെ ഇരുന്നിട്ട് പതുക്കെ ലക്ഷ്മിയുടെ ഹോസ്റ്റലിൽ പോയിട്ട് ഇന്ന് റൂമിലേക്ക് വരികയാണല്ലോ. അപ്പോൾ പോയി ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തിട്ട് ഇന്ന് രാത്രി ഞങ്ങൾ കുറച്ച് സംസാരിച്ചൊക്കെ വർത്തനൊക്കെ പറഞ്ഞിരുന്നു. നാളെ രാവിലെ എണീറ്റിട്ട് വേണം. നാളെ രാവിലെ 10 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നാളെ ലക്ഷ്മിക്ക് അവധിയാണ്. അപ്പം എന്നെ കൊണ്ടുവിടാം. അപ്പം അങ്ങനെ പോകാമെന്നാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യട്ടെ. നാളെ രാവിലെ കാണാം. ചെന്നൈ മെട്രോ വന്ന പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ മെട്രോയിൽ എയർപോർട്ടിലേക്ക് വരുന്നത്. പണ്ടൊക്കെ അപ്പുറത്ത് തിരുശൂലം ഒരു മറ്റേ താഴത്തുകൂടെ പോകുന്ന മെട്രോ ഉണ്ടായിരുന്നു. അത് കുറച്ചിങ്ങനെ നടക്കണം. ഇത് പക്ഷേ നേരെ എയർപോർട്ടിൻ്റെ തൊട്ട് സൈഡിലാണ്. അതുകൂടെ ഉള്ളിൽ കൂടെ ഒരു പാസേജ് ഉണ്ട്. ഞങ്ങൾ അതിൽ നടന്നില്ല, കാരണം താഴെ ഒരു കാപ്പിക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് കാപ്പിയും ഒരു ബനാന കേക്കൊക്കെ കഴിച്ച് പതുക്കെ മുകളിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിലൊരു വഴിയൊക്കെ ഉണ്ട്. ടാറ്റ പോവാണ്. അപ്പോൾ അത് ഇന്നലെ കുറച്ച് എന്തൊക്കെയായിരുന്നു, മുറുക്ക്, മാമ്പഴം, മാങ്ങ, വീട്ടിൽ നിന്ന് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഹരി മുറുക്കും കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മിച്ചർ മുറുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയ്യിൽ കൊടുത്തു, ഏൽപ്പിച്ചു. ഞങ്ങൾക്കൊരു 15 മിനിറ്റ് ആട്ടോ എടുത്തുള്ളൂ വടപളനി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഡൽഹി പോവാണ്. ലക്ഷ്മി ഇല്ലാണ്ട് പോകണത് എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. പിന്നെ ബോയ്സ് ട്രിപ്പിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ബോയ്സ് ട്രിപ്പ് എൻ്റെ ഒരു ഫ്രണ്ട്, നമ്മൾ തായ്ലൻഡിലെ ശരത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശരത്ത് അവിടെ ഓൾറെഡി ഡൽഹിയിൽ ഇന്നലെ രാത്രി എത്തി. അപ്പോൾ അവനവിടെ റൂമൊക്കെ എടുത്തിട്ടുണ്ട്. നേരെ പോന്നു. ശരത്തും ഞാനും കൂടിയിട്ട് ബസ് എടുത്ത് നേരെ ഹിമാചൽ. ഞാൻ കുറേ നാളായിട്ട് അവരടുത്ത് പറയണം എങ്ങനെയെങ്കിലൊക്കെ പോ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട്. എന്നിട്ട് ഡൽഹി ഇപ്പോഴാണ് പോകുന്നത്. നീ കരുകി. അപ്പോൾ അത് ഇവിടെ T4 ഒരു ടെർമിനലിലേക്ക് എത്തിയേക്കാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് കയറുകയാണ്. അപ്പോൾ ഇവിടെ ഒരാൾ നല്ല കരച്ചിലൊക്കെയാണ്. കരച്ചിലല്ല കേട്ടോ, സന്തോഷാശ്രുവാണ്. പോയി തരികയാണല്ലോ എന്നുള്ളതല്ല. പോട്ടെ എന്നാ കയറട്ടെ ഏട്ടാ. ബൈക്കാണ്. പൊക്കോ, കുറേ ദൂരം നടക്കാനുണ്ട്. ചെല്ല്. ഒട്ടും പ്രശ്നങ്ങളില്ലാണ്ട് നല്ല സുഖമായിട്ട് ഡൽഹി എയർപോർട്ടിൽ എത്തി കേട്ടോ. അപ്പോൾ ഡൽഹി എയർപോർട്ടിൽ ഞാൻ ലഗേജ് എടുക്കാൻ വേണ്ടി പോവാണ്. അവിടെ വലിയ കുറേ ആർട്ട് വർക്കൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു വിരലിൻ്റെ ആകൃതിയിൽ. എനിക്ക് തോന്നുന്നു എന്തോ ബുദ്ധനായിട്ട് റിലേറ്റ് ചെയ്ത് എന്തുവാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അല്ലേ ശരത്ത് എന്ന് പറഞ്ഞാൽ, അവൻ പുറത്ത് എവിടെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട്, മെട്രോൻ്റെ എവിടെയോ. അവൻ ഇന്നലെ വന്നതാണ്. അപ്പോൾ അവനെ പോയി കാണുക, ബാഗ് എടുക്കുക, അവനെ പോയി കാണുക. എന്നിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പതുക്കെ വൈകുന്നേരത്തേക്ക് ഒരു ബസ് ബുക്ക് ചെയ്യണം ഹിമാചലിലേക്ക്. അപ്പോൾ ആ ഒരു പ്ലാനിലാണ്. എന്തായാലും പോയി ബാഗ് എടുക്കാം. എന്താണ്? നമസ്കാരം. ഞാൻ നിന്നെ ഫോളോ ചെയ്യായിരുന്നു. നീ ഇവിടുന്നാണല്ലോ. എവിടുന്നാ? അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നീ അവിടെ നിന്ന് കണ്ടു. കണ്ടാ? എന്താ പരിപാടി? ഇത് ബാഗി ജീൻസ് പണ്ടത്തെ ആയിട്ടൊക്കെ ഇടുന്നില്ല. ന്യൂ ജെന്നാണ് പറയുന്നത് ആൾക്കാർ. പൈനപ്പം പോകുന്നു. പോവാ. ഡൽഹി എയർപോർട്ട് മെട്രോ സ്റ്റേഷനായിട്ടുള്ള എയറോ സിറ്റിയിൽ നിന്ന് 20 രൂപയ്ക്ക് ടിക്കറ്റും എടുത്ത് വണ്ടിയും കയറി ഞങ്ങൾ നേരെ രാജീവ് ചോക്ക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ലഞ്ചൊക്കെ കഴിച്ച് ബസ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പുറത്തിറങ്ങിയപ്പോണ്ടല്ലോ നല്ല ഉഗ്രം മഴ. എല്ലാവർക്കും ബുദ്ധിമുട്ടായി, എല്ലാവരും നനഞ്ഞു എന്നൊക്കെ ഉറപ്പ് വരുത്തിയ മഴ ഒന്ന് ശമിച്ചപ്പോൾ ഞങ്ങൾ പതുക്കെ നടന്ന് അടുത്ത മെട്രോ കയറി ഹിമാചൽ സൈഡിലേക്കുള്ള മിക്ക ബസ്സുകളും പോകുന്ന കാശ്മീരി ബസ് സ്റ്റാൻഡിലെത്തി ബസ് കയറി. സമയം 7 മണി. ഇനി 450 കിലോമീറ്റർ, 12 മണിക്കൂർ യാത്ര. ട്രാഫിക്കിനെയും ഇരുട്ടിനെയും ചകചകാന്ന് കീറിമുറിച്ച് ഹരിയാനയും ചണ്ഡീഗഡൊക്കെ താണ്ടി വണ്ടി നേരെ കുളുവിലേക്ക്.
അങ്ങനെ യാത്രയൊക്കെ ചെയ്ത് മഴയൊക്കെ നനഞ്ഞ് ഞങ്ങൾ നേരെ കുളുവിലെത്തിയേക്കാണ് കേട്ടോ. കുളുവിൽ വന്ന് വണ്ടി ഇറങ്ങി. രാവിലെ 7:30 കൊണ്ടെത്തിക്കുന്നു പറഞ്ഞ ആൾക്കാർ 5 മണിക്ക് കൊണ്ടെത്തിച്ചു. നല്ല തണുപ്പുണ്ട്, നല്ല സുഖമുണ്ട് അല്ലേ? കുറെ അവിടുന്ന് തായ്ലൻഡിൽ നിന്ന് തണുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ആളാണ്. എങ്ങനെയുണ്ട്, എന്താ തോന്നണേ? അടിപൊളി, നല്ല വെതർ, നല്ല ക്ലൈമറ്റ്. ഇവിടെ ഇപ്പൊ ഒന്നും കാണാനില്ല. അടുത്ത് തന്നെ വലിയ വലിയ മലകള് കാണാനുണ്ട്, അതിന്മൊക്കെ ലൈറ്റ് കാണാനുണ്ട്. ഇപ്പൊ നിലത്ത് വെള്ളം കാണാനുണ്ടോ? നിറച്ച് വെള്ളം കാണാനുണ്ട്. അപ്പൊ അടുത്ത 3-4 ദിവസത്തേക്ക് ഇവിടെ മഴയാന്നാണ് എഴുതിയേക്കണേ. ഞങ്ങൾ എന്തായാലും 5 ദിവസമൊക്കെ 6 ദിവസം കൂടി നിൽക്കാനുള്ള പ്ലാനാണ്. അപ്പൊ അടുത്ത 5 ദിവസത്തേക്ക് മഴയാന്നാണ് പറയുന്നത്. നോക്കാം, നമുക്ക് പറ്റണ പോലെയൊക്കെ സ്ഥലങ്ങൾ കാണാനൊക്കെ നോക്കാം. അപ്പൊ എന്തായാലും ഞങ്ങളുടെ അടുത്ത സ്ഥലങ്ങൾ എവിടേക്കൊക്കെ വഴി അടുത്ത വീഡിയോയിൽ വരുന്ന വീഡിയോയിൽ പറയാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ.